प्यारे छात्रों, नमस्कार। आज हम सर्वनाम के बारे में पढ़ेंगे। सर्वनाम क्या है, हिंदी में सर्वनाम के कितने भेद हैं, वे क्या क्या है आदि पढ़ें। सर्वनाम क्या है? संज्ञा के बदले उसके अर्थ को प्रकट करने के लिए प्रयुक्त शब्द സർവനാം है. നാമത്തിന് പകരം അതിൻ്റെ അർത്ഥം പ്രകടമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശബ്ദമാണ് സർവനാം. संज्ञा के बदले प्रयुक्त शब्द सर्वनाम है. നാമത്തിന് പകരം ഉപയോഗിക്കുന്ന ശബ്ദമാണ് സർവനാമം. हिंदी में सर्वनाम मैं, हम, तू, तुम, आप, यह, वह, ये, वे आदि है. संज्ञा की पुनरुक्ति रोकने के लिए या पुनरुक्ति दूर करने के लिए സർവനാം का प्रयोग होते हैं. അതായത് നാമശബ്ദങ്ങൾ ആവർത്തിച്ച് പറയാതിരിക്കാൻ വേണ്ടിയാണ് സർവനാമം ഉപയോഗിക്കുന്നത്. സർവനാം क्या है? संज्ञा के बदले പ്രയുക്ത ശബ്ദ സർവനാം है. നാമത്തിന് പകരം ഉപയോഗിക്കുന്ന ശബ്ദമാണ് സർവനാമം. അപ്പോൾ ഹിന്ദിയിലെ സർവനാമങ്ങൾ ഏതൊക്കെയാണ്? മേ, ഹം, तू, तुम, आप, यह, वह, ये, वे आदि. प्रयोग के आधार पर സർവനാം के ചഹ भेद होते हैं. ഈ പ്രയോഗിക്കുന്നതിനനുസരിച്ചിട്ട് സർവനാമം എത്ര തരത്തിലുണ്ട്? 6 തരത്തിലുണ്ട്. प्रयोग के आधार पर सर्वनाम के चह भेद होते हैं. പ്രയോഗിക്കുന്നതിനനുസരിച്ച് പ്രയോഗമനുസരിച്ച് സർവനാമത്തിന് 6 ഭേദങ്ങളുണ്ട്. वे क्या क्या है देखें. पहला पुरुषवाचक सर्वनाम. पुरुषवाचक सर्वनाम. दूसरा निश्चयवाचक सर्वनाम. निश्चयवाचक सर्वनाम. अगला अनिश्चयवाचक सर्वनाम. अनिश्चयवाचक सर्वनाम. अगला प्रश्नवाचक सर्वनाम. प्रश्नवाचक सर्वनाम. अगला संबंधवाचक सर्वनाम. निजवाचक सर्वनाम. प्रयोग के आधार पर सर्वनाम के चह भेद होते हैं. पुरुषवाचक सर्वनाम, निश्चयवाचक सर्वनाम, अनिश्चयवाचक सर्वनाम, प्रश्नवाचक सर्वनाम, संबंधवाचक सर्वनाम और निजवाचक सर्वनाम. പിന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു കഥയിലൂടെ ഇതങ്ങ് പഠിക്കാം. പുരുഷവാചക് സർവനാം, പുരുഷനെ കല്യാണം എന്നോർത്ത് വെക്കാം. നിശ്ചയവാചക് സർവനാം, കല്യാണം എന്തായി? നിശ്ചയിച്ചു. നിശ്ചയവാചക് സർവനാം. അനിശ്ചയവാചക സർവനാം, എന്തോ കാരണവശാൽ കല്യാണം മുടങ്ങി, അനിശ്ചിതത്വത്തിലായി. അതാണ് അനിശ്ചയവാചക് സർവനാം. പ്രശ്നവാചക് സർവനാം, കല്യാണം മുടങ്ങിയപ്പോഴവിടെ എന്തുണ്ടായി? പ്രശ്നമുണ്ടായി. അതാണ് പ്രശ്നവാചക് സർവനാം. സംബന്ധവാചക് സർവനാം, അപ്പോൾ ആളുകളൊക്കെ ഇടപെട്ട് അത് സോൾവ് ചെയ്തു, അങ്ങനെ സംബന്ധമായി. സംബന്ധവാചക് സർവനാം. അടുത്തത് നിജവാചക സർവനാം. നിജ് അപ്പനാന, സ്വന്തമാക്കുക. അങ്ങനെ എന്തായി? സ്വന്തമായി. നിജവാചക സർവനാം. അപ്പം ഇങ്ങനെ എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഇവിടെ പ്രയോഗിക്കാം. ഇതൊക്കെയാണ് പുരുഷവാചക് സർവനാം, പുരുഷന് കല്യാണം. നിശ്ചയവാചക് സർവനാം, കല്യാണം നിശ്ചയിച്ചു. അനിശ്ചയവാചക് സർവനാം, എന്തോ കാരണവശാൽ കല്യാണം മുടങ്ങി, അനിശ്ചിതത്വത്തിലായി. അടുത്തത് പ്രശ്നവാചക് സർവനാം, അനിശ്ചിതത്വത്തിലായപ്പോഴേ തന്നെ എന്തുണ്ടായി? പ്രശ്നമുണ്ടായി. പ്രശ്നവാചക് സർവനാം.
പ്രശ്നം സോൾവ് ചെയ്തു, സംബന്ധമായി സംബന്ധവാചക സർവനാം, പിന്നെ എന്താണ് സ്വന്തമായി, അതാണ് നിജവാചക സർവനാം. ഇനി ഇത് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. പുരുഷവാചക സർവനാം. पुरुषवाचक सर्वनाम. बोलने वाला या सुनने वाला या जिसके संबंध में कुछ कहा जाए उसके लिए प्रयुक्त सर्वनाम പുരുഷവാചക സർവനാം है. പറയുന്ന ആൾ അല്ലെങ്കിൽ എഴുതുന്ന ആൾ അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് അതിനുപയോഗിക്കുന്ന സർവനാമമാണ് ഇത് പുരുഷവാചക സർവനാം. ഹിന്ദിയിലെ പുരുഷവാചക സർവനാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മേ, ഹം, തൂ, തും, ആപ്പ്, യഹ്, വഹ്, യേ, വേ. ഇതൊക്കെ പുരുഷവാചക സർവനാമങ്ങളാണ്. പുരുഷവാചക സർവനാം കെ और भी 3 भेद होते हैं. ഈ പുരുഷവാചക സർവനാമത്തിന് വീണ്ടും 3 ഭേദങ്ങളുണ്ട്. ഒന്ന് ഉത്തം പുരുഷ്, ഫസ്റ്റ് പേഴ്സൺ ഉത്തം പുരുഷ്, മധ്യം പുരുഷ്, സെക്കൻഡ് പേഴ്സൺ अन्य पुरुष, थर्ड पर्सन. तो पुरुषवाचक सर्वनाम के और भी 3 भेद होते हैं. उत्तम पुरुष, मध्यम पुरुष और अन्य पुरुष. उत्तम पुरुष बोलने वाला या लिखने वाला, अपने लिए जिस सर्वनाम का प्रयोग करते हैं ये उत्तम पुरुष है. പറയുന്ന ആൾ അല്ലെങ്കിൽ എഴുതുന്ന ആൾ തനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സർവനാമമാണ് ഉത്തം പുരുഷ സർവനാം. ഉദാഹരണമായിട്ട് മേ, हम. में एकवचन में प्रयुक्त होते हैं और हम बहुवचन में प्रयुक्त होते हैं. ग्रंथकार लोग संपादक या ग्रंथकार, संपादक आदि अपने लिए कभी कभी हम शब्द का प्रयोग करते हैं. मैं के बदले हम शब्द का प्रयोग करते हैं. बड़े बड़े अधिकारी अपने अधिकार में बोलते समय मैं के बदले हम शब्द का प्रयोग करते हैं. अतः मध्यम पुरुष सुनने वाला या पढ़ने वाले के लिए प्रयुक्त सर्वनाम है अन्य पुरुष, मध्यम पुरुष सर्वनाम. सुनने वाला या പഠിനെ വാല, കേൾക്കുന്ന ആൾ അല്ലെങ്കിൽ വായിക്കുന്ന ആൾ, അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് മധ്യം പുരുഷ സർവനാം. തൂ, തും, आप. कभी कभी आदर सूचित करने के लिए आप शब्द का प्रयोग करते हैं. ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആപ്പ് എന്നുള്ള സർവനാമം ഉപയോഗിക്കുന്നത്. അന്യപുരുഷ് അല്ലേ, ജിസ്കെ സംബന്ധ മേ കഹാ ജായ് യ ലിഖാ ജായ്, ആരെക്കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് എഴുതുന്നത് അതാണ് അന്യപുരുഷ്. തൂ, सॉरी, यह, वह, ये, वे आदि अन्य पुरुष सर्वनाम है. यह, वह, ये, वे आदि अन्य पुरुष सर्वनाम है. तो इतने पुरुषवाचक सर्वनाम. तो पुरुषवाचक सर्वनाम के 3 भेद हैं, उत्तम पुरुष, मध्यम पुरुष और अन्य पुरुष. ऐसे क्लियर. അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. രണ്ടാമത്തേതാണ് നിശ്ചയവാചക സർവനാം. निश्चयवाचक सर्वनाम. जो किसी निश्चित व्यक्ति या वस्तु के लिए प्रयुक्त होता है. किसी निश्चित व्यक्ति या वस्तु के लिए जिस सर्वनाम का प्रयोग करते हैं यह निश्चयवाचक सर्वनाम है.
ഏതെങ്കിലും നിശ്ചിത വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വസ്തുവിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നിശ്ചയവാചക സർവനാമം. ഉദാഹരണമായിട്ട് യഹ്, പഹ്, യേ, വേ ആദി निश्चयवाचक सर्वनाम है. वो आदमी, यह लड़का. അങ്ങനെ എന്താണ് നിശ്ചയമായിട്ടും തറപ്പിച്ച് പറയാൻ വേണ്ടിയാണ് നിശ്ചയവാചക സർവനാം ഉപയോഗിക്കുന്നത്. അടുത്തത് അനിശ്ചയവാചക സർവനാം. अनिश्चयवाचक सर्वनाम जिस सर्वनाम से किसी निश्चित व्यक्ति या वस्तु का बोध नहीं होता है उसे अनिश्चयवाचक सर्वनाम कहते हैं. ഏതെങ്കിലും ഒരു നിശ്ചിത വ്യക്തിയെക്കുറിച്ചോ വസ്തുവിനെക്കുറിച്ചോ പറയാത്തതാണ് അനിശ്ചയവാചക സർവനാം. ഉദാഹരണമായിട്ട് कोई, कुछ, कोई और कुछ. कोई आया है, ആരോ വന്നിട്ടുണ്ട്. ഉസ്മേ കുച്ച് ഹെ, അതിൽ എന്തോ ഉണ്ട്. അവിടെ എന്താണ് നിശ്ചയമില്ല, എന്താണെന്നോ ആരാണെന്നോ എന്നുള്ള നിശ്ചയമില്ല. അതാണ് അനിശ്ചയവാചക സർവനാം. किसी निश्चित व्यक्ति या वस्तु का बोध नहीं कराते हैं. जिस सर्वनाम कोई निश्चित व्यक्ति या वस्तु का बोध नहीं कराते हैं उसे अनिश्चयवाचक सर्वनाम कहते हैं. कोई और कुछ इसके लिए उदाहरण है. അടുത്തത് प्रश्नवाचक सर्वनाम. ये प्रश्न का बोध कराने के लिए പ്രയുക്ത होते हैं. പ്രശ്നം എന്താണ്? ചോദ്യം അല്ല, ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ചോദ്യം ചോദിക്കാൻ വേണ്ടി അല്ലെ. കോൻ, ക്യാ, ഈ രണ്ട് സർവനാമങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കോൻ, ക്യാ. കോൻ എന്നുള്ളത് ജീവനുള്ളവയെക്കുറിച്ച് പറയുമ്പോഴും ക്യാ എന്നുള്ളത് ജഡവസ്തുക്കൾ അല്ല, ജീവനില്ലാത്ത നിർജീവ പദാർത്ഥങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. കോൻ, ക്യാ. അടുത്തത് संबंधवाचक सर्वनाम. जिस सर्वनाम संबंध प्रकट करने के लिए प्रयुक्त होते हैं यह संबंधवाचक सर्वनाम है. അല്ല, സംബന്ധം, ബന്ധം പ്രകടിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നതാണ് സംബന്ധവാചക സർവനാം. ജോ और സോ. जो पढ़ेगा वो पास होगा. ആരാണോ പഠിക്കുന്നത് അവൻ പാസ്സാകും. ജോ, സോ. अंतिम सर्वनाम क्या है? निजवाचक सर्वनाम. निजवाचक सर्वनाम. अपने आप, खुद, स्वयं. अपने आप, खुद, स्वयं आदि निजवाचक सर्वनाम के लिए प्रयुक्त होते हैं. സ്വയം എന്നുള്ള ബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിജവാചക സർവനാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സർവനാമങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സംജ്ഞാക്ക് ബദലെ പ്രയുക്ത ശബ്ദ സർവനാം है. നാമത്തിന് പകരം ഉപയോഗിക്കുന്ന ശബ്ദമാണ് സർവനാം. സർവനാം के प्रयोग के आधार पर चह भेद होते हैं. वे क्या क्या है? पुरुषवाचक सर्वनाम, निश्चयवाचक सर्वनाम, अनिश्चयवाचक सर्वनाम, प्रश्नवाचक सर्वनाम, संबंधवाचक सर्वनाम और निजवाचक सर्वनाम. पुरुषवाचक सर्वनाम के और भी 3 भेद हैं. उत्तम पुरुष, मध्यम पुरुष और अन्य पुरुष. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിലേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ധന്യവാദം.